ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരുപാട് ലോൺ ആപ്ലിക്കേഷനുകൾ നമുക്ക് ലഭ്യമാണ്. പക്ഷേ എന്നാലും അതിൽ നിന്നൊക്കെ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പം നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ലോൺ തരുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ പോരാ, അതിനും അപ്പുറത്തേക്ക് പറയേണ്ടി വരും. അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. അതേപോലെ വീഡിയോ അറിയാത്തവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോ യൂട്യൂബ് ആദ്യമേ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നൽകുന്നതാണ്. അപ്പോൾ നേരെ നമുക്ക് ഇന്നത്തെ ആ ഒരു അടിപൊളി ആപ്ലിക്കേഷൻ ഏതാണെന്ന് പരിചയപ്പെടാം. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു അടിപൊളി ബെസ്റ്റ് ലോൺ ആപ്ലിക്കേഷനാണ്. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. അതേപോലെ വീഡിയോ അറിയാത്തവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോ യൂട്യൂബ് ആദ്യമേ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നൽകുന്നതാണ്. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് ലോൺ തരുന്ന ആ ഒരു അടിപൊളി ആപ്ലിക്കേഷൻ ഏതാണെന്നാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നേരെ ഞാൻ ഇവിടെ ഈ ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. നവി ഇൻസ്റ്റൻറ്റ് ലോൺ ആപ്പ് എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. നവി ഇൻഷുറൻസ് ആൻഡ് ലോൺസ് എന്നാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ പേര് ആരും മറക്കരുത്. ഷോർട്ട് ഫോമായിട്ട് പറയുകയാണെങ്കിൽ നവി ലോൺ ആപ്പ് എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. അപ്പോൾ ഈ ലോൺ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് വെരി ഫാസ്റ്റായിട്ടും അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് ഡോക്യുമെൻറ്റ്സുകൾ കൊടുക്കാതെ വളരെ ഈസി ആയിട്ടും ലോൺ തരുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് ഈ നവി ലോൺ ആപ്പ് എന്നുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സുകൾ അല്ലെങ്കിൽ നമുക്ക് വേണ്ടത് എന്തൊക്കെയാണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. നമുക്ക് ഇതിൽ ആധാർ കാർഡ് ഉണ്ടായിരിക്കണം, അതേപോലെ തന്നെ പാൻ കാർഡ് ഉണ്ടായിരിക്കണം, അതേപോലെ നമ്മളുടെ ID പ്രൂഫ് തെളിയിക്കുന്ന എന്തെങ്കിലും ഒരു ഡോക്യുമെൻറ്റ്സ് കൂടി നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഇത്രയും ആണ് നമുക്ക് ഇതിൽ ആവശ്യമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഇവർ ഒരുപാട് ലോണുകൾ ഇവരുടെ അടുത്ത് നിന്ന് അവൈലബിൾ ആയിട്ടുണ്ട്. ഹോം ലോൺ അതേപോലെ തന്നെ ഒരുപാട് അവൈലബിൾ ആയിട്ടുള്ള ലോണുകൾ ഇവരെ ഭാഗത്തു നിന്നുണ്ട്. അതേപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ്, ഡിജിറ്റൽ ഗോൾഡ്, അതേപോലെ തന്നെ ഇൻസ്റ്റൻറ്റ് ക്യാഷ് ലോണ്, മ്യൂച്വൽ ഫണ്ട്സ് എന്ന് തുടങ്ങി നിരവധി ഓപ്ഷനുകൾ നമുക്ക് ഇതിൽ ലഭ്യമാണ്. എന്നാലും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ഇവരുടെ അടുത്ത് നിന്ന് ഒരു എക്സാമ്പിൾ ലോൺ എടുത്താൽ എങ്ങനെയാണ് എന്നുള്ളത് നമുക്കൊന്ന് വളരെ വിശദമായിട്ട് നോക്കാം. ഇപ്പോൾ 30,000 രൂപ നമ്മൾ ഈ ആപ്ലിക്കേഷനിൽ നിന്ന് ഇവരുടെ അടുത്ത് നിന്ന് ലോൺ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രോസസ്സിംഗ് ഫീ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്നൊക്കെ പറയുന്നത് എത്രയൊക്കെയാണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. നമുക്ക് ഇതിന് ഏകദേശം 30,000 രൂപ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് അതിന് 12 മാസത്തേക്ക് നമുക്ക് EMI ലഭിക്കുക എന്ന് പറയുന്നത് 2,750 രൂപയാണ്. അതേപോലെ തന്നെ നമ്മൾ ടോട്ടലായിട്ട് റീപേയ്മെൻറ്റ് ചെയ്യേണ്ടി വരുന്നത് ഈ 30,000 രൂപ നമ്മൾ ഒരു വർഷത്തേക്ക് ലോൺ എടുക്കുമ്പോൾ അതിന് ടോട്ടലായിട്ട് റീപേയ്മെൻറ്റ് ചെയ്യേണ്ടി വരുന്നത് എന്ന് പറയുന്നത് 33,000 രൂപയാണ്. അപ്പോൾ ടോട്ടൽ നമുക്ക് വരുന്നത് ഏകദേശം 33,000 രൂപയാണ്. ഒരു വർഷത്തേക്ക് ഇവരിൽ നിന്ന് 30,000 രൂപ ലോൺ എടുക്കുമ്പോൾ നമുക്ക് വരുന്ന ചാർജ് എല്ലാം ഉൾപ്പെടെയാണ് ഇത്. അപ്പോൾ ഏകദേശം ഒരു 3,000 രൂപയോളം മാത്രമേ നമുക്ക് 30,000 രൂപ ഒരു വർഷത്തേക്ക് ലോൺ എടുക്കുമ്പോൾ നമുക്ക് ഇവരിൽ നിന്ന് വരികയുള്ളൂ. അതേപോലെ തന്നെ ഈ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് തികച്ചും RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. അതേപോലെ തന്നെ MBFC ആയിട്ടാണ് നമുക്ക് ലോണുകൾ അവൈലബിൾ ആകുന്നത്. അതേപോലെ തന്നെ അത്യാവശ്യം റിവ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് ഈ നവി ലോൺ എന്നുള്ളത്. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുണ്ടാവില്ല, നിങ്ങൾക്ക് ഒട്ടുമിക്ക ആൾക്കാർക്കും ഈ അറിയുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് ഇത്. അപ്പോൾ അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള ഒരു ലോൺ ആപ്ലിക്കേഷനുകളിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഇത് ഈ നവി ലോൺ ആപ്പ് എന്നുള്ളത്. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ലോണിന് ശ്രമിക്കാവൂ. അത്യാവശ്യം ഘട്ടങ്ങൾ വന്നാൽ മാത്രമേ ലോണിന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കാവൂ. വെറുതെ കയറി ആരും ട്രൈ ചെയ്യരുത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്നാലും ഞാൻ ഒന്നുകൂടി പറയുകയാണ്, നമ്മൾ ഇവരിൽ നിന്ന് 30,000 രൂപ 12 മാസത്തേക്ക് ലോൺ എടുക്കുമ്പോൾ നമുക്ക് EMI ലഭിക്കുക 2,750 രൂപയാണ്. അതേപോലെ തന്നെ നമ്മൾ ടോട്ടലായിട്ട് റീപേയ്മെൻറ്റ് ചെയ്യേണ്ടി വരുന്നത് 33,000 രൂപയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലോൺ എമൗണ്ടുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. എന്നാൽ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ജയ് ഹിന്ദ്.